Hello. Welcome to Market Discussion of the Day. Today, May 19, 2026. ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ചാണ്. ഇന്നലൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് വന്നിട്ടുള്ളത്. അതിന് ശേഷവും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇന്നും എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, സോ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ്, അതായത് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നൊക്കെയുള്ള ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ കഴിഞ്ഞ 24 hours സംഭവിച്ചിട്ടില്ല. ഓക്കെ, സോ വീക്കെൻഡിൽ സംഭവിച്ചിട്ടുള്ള ചൈനയും US തമ്മിലുള്ള ട്രേഡ് ഡീലിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി, ഡേറ്റ് നോക്കി എടുത്താൽ മതി. ഓക്കെ, സോ അതേപോലെ ഇറാനും US തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ എഫക്റ്റ് എങ്ങനെ എക്കണോമിക്കലി ഉണ്ടാകും, അതെങ്ങനെ റിലേറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ പൊളിറ്റിക്കലി എനിക്ക് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. പക്ഷേ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള ഒരൊറ്റ കാര്യം എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ എന്തെങ്കിലും പ്രോപ്പർ ഡീലിങ്സ് വന്നിട്ടുണ്ട്, ചൈനയും US തമ്മിലുള്ള ഡീലിങ്സ് നടന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഗോൾഡ് 4550 പെട്ടെന്ന് വീഴാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാർ സൂക്ഷിച്ച് മാത്രം ബൈ എൻട്രി എടുക്കുക. ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ബൈ എൻട്രി എടുക്കാതിരിക്കുക. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാർ പെട്ടുപോകും, അവരുടെ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഇപ്പോൾ സെൽ എൻട്രി എടുത്താലും ചിലപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ നമ്മുടെ കയ്യിലല്ല മാർക്കറ്റ് അല്ലേ. പക്ഷെ അതുകൊണ്ടിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡിനകത്തോട്ട് ഇറങ്ങരുത്. പ്രത്യേകിച്ച് ഇന്ന് ബൈ എടുക്കുന്ന ആൾക്കാർ, ഗോൾഡിൽ ബൈ എടുക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ കമ്മിങ് ടു കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ഉണ്ടെന്ന്. നമുക്ക് 11:30 മണിക്ക്, രാവിലെ 11:30 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് ക്ലെമന്റ് കൗണ്ട് ചേഞ്ച് ഉണ്ട്. ക്ലെമന്റ് കൗണ്ട് ചേഞ്ച് UK എന്ന് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റയാണ്. ഓക്കെ, സോ GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ന്യൂസിനെ കാണണം. അവിടുത്തെ നമ്പർ ഓഫ് ആൾക്കാർക്ക്, എത്ര പേർക്ക് ജോലി കിട്ടി എന്നുള്ളൊരു ന്യൂസാണ്. ഓക്കെ, സോ അത് ഉറപ്പായിട്ടും UK ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഈ പർട്ടിക്കുലർ ന്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ എന്താ പറയുക, വൈകുന്നേരം നമുക്ക് പ്രത്യേകിച്ച് ഭയങ്കരമായ ന്യൂസൊന്നുമില്ല. 7:30 മണിക്ക് നമുക്ക് നമ്മളുടെ പെൻഡിങ് ഹോം സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട്. ഓക്കെ, വൈകുന്നേരം 5:45 ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. 5:30 നമുക്ക് FOMC മെമ്പറിൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, സോ ഇതൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് അല്ല, പക്ഷേ ആ ഒരു ടൈമിലൊക്കെ ചെറിയൊരു സ്പൈക്കൊക്കെ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ബേസിക്കലി പ്രത്യേകിച്ച് ന്യൂസിൻ്റെ ആ ഒരു ന്യൂസ് ഭയങ്കരമായൊരു വ്യത്യാസമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വലിയൊരു വ്യത്യാസം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് നേരെ നമുക്ക് നാളത്തെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നാളെ നമുക്ക് GBP തന്നെ 11:30 മണിക്ക് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ GBPയുടെ കൗണ്ടർ ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായൊരു താഴ്ചയൊക്കെ GBPയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. 1.3600 നിന്നുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞ ആഴ്ച. അവിടുന്ന് മാർക്കറ്റ് 1.3300 വന്ന ഒരു മാർക്കറ്റാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. സോ വലിയൊരു താഴ്ച ഉണ്ടായി. പക്ഷേ ഉറപ്പായിട്ടും ഇന്നത്തെയും നാളത്തെയും ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ന്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും ഈ പറയുന്ന 1.3300 അവിടെയൊക്കെ വന്ന് നിൽക്കാനുള്ള പോസിബിലിറ്റിയാണ്. അതും വിട്ടുപോകാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ലാതെ അതും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. ഓക്കെ, അതുകൊണ്ടിട്ട് ഇന്നത്തെ ദിവസം GBPയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും സേഫ്റ്റി. നാളെ നമുക്ക് രാവിലെ തന്നെ CPIയുടെ ന്യൂസും ഉണ്ട് GBPയിൽ. ഓക്കെ, വേറെ പ്രത്യേകിച്ച് നാളത്തെ ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. FOMC മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ട് കേട്ടോ, നാളെ വൈകുന്നേരം രാത്രി 11:30 മണിക്ക്. അതുകൊണ്ടിട്ട് തന്നെ നാളെ നമുക്ക് വൈകുന്നേരം US സെഷന് മുന്നേ ആയിട്ട് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഗോൾഡിലോട്ട് തന്നെ വരാം. ഓക്കെ, ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി 4541 നിൽക്കുന്നു. ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 4510 to 4590 ഇന്നത്തെ US സെഷൻ വരെയൊക്കെയുള്ള റേഞ്ചായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ,
ബേസിക്കലി നമുക്കൊരു സെൽ എൻട്രി ആണ് സേഫ് ആയിട്ടുള്ളൊരു എൻട്രി. 2 എൻട്രി ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ 4560 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ അവിടെ നമുക്ക് സെല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അത് എത്രമാത്രം സേഫാണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് 100% പക്കായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ല. പക്കായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി 4680 അവിടെ നിന്നൊരു സെല്ലാണ്. 4680 അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ അവിടെ നിന്ന് ഒരു എന്താ പറയുക, ഞാനൊരു ലോങ്ങർ ടേമിൽ പറയുകയാണെങ്കിൽ ഒരു $25 സ്റ്റോപ്പ് ലോസും ഒരു 1:1.5 റേഷ്യോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റും എടുത്ത് പോകാം. ഇതൊരു ലോങ്ങർ ടേമിലോട്ടുള്ള ഒരു പക്ക ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, പക്ഷേ 4660 അവിടെ വേണമെങ്കിലും സെല്ലെടുക്കാം. പക്ഷേ അവിടെ സെല്ലെടുക്കുന്ന ആൾക്കാർ ഇന്നലെ പോയ ഹൈയുടെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ഓക്കെ, സോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു $30 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. 1:1.5 റേഷ്യോയിൽ തന്നെ നമുക്ക് TPയും വെച്ച് പോവുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, സോ അതാണ് എനിക്ക് ഗോൾഡിൽ പറഞ്ഞു തരാനായിട്ടുള്ള ലോങ്ങർ ടേമിലുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ലോങ്ങർ ടേം ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതൽ പറയുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ സിഗ്നൽസിനകത്ത് നമ്മൾ എന്താണ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു സ്കാൽപ്പിംഗ് പോലെയൊക്കെയാണ് ചെയ്യുന്നത്, പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യം. കാരണം വേറെ ഒന്നും കൊണ്ടിട്ടല്ല, അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കത്തില്ല. കാരണം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടിട്ട് ഡിസിഷൻസ് മാറ്റുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അതിലൂടെയാണ് അവർ കൂടുതൽ ലോസിലോട്ട് പോകുന്നത്. ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് നേരെ നമ്മളുടെ GBP USD ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് ഒരു കമൻസും ഇല്ല. കാരണം ഇന്ന് ക്ലെമൻ കൗണ്ട് ചേഞ്ചിൻ്റെ ന്യൂസാണ്. സോ ക്ലെമൻ കൗണ്ടിന് ശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷം 1.3400 മുകളിൽ തന്നെയാണ് മാർക്കറ്റ് 1 അവർ ക്യാൻഡിലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആൾക്കാർക്ക് 1.3380 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോ USDയിലോട്ട് വരാം. 1.1634 നിൽക്കുന്നു. നമുക്ക് അവിടെയും എന്താ പറയുക, യൂറോയിലും സെൽ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 1.1650 ഒക്കെ അടുത്ത് വെച്ച് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1.1600 അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ യൂറോയുടെ റേഞ്ച് വന്നിട്ട് 1.1600 to 1.1670 ആണ്. ഓക്കെ, സോ 1.1650 1.1660 അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 1.1685 അവിടെ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് 1.1605 അവിടെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇന്ന് GBPയുടെ റേഞ്ച് ഞാൻ പറയുന്നില്ല, കാരണം GBPയുടെ റേഞ്ച് നമ്മളുടെ കയ്യിലല്ല. കാരണം ഒരുപാട് ന്യൂസുകൾ വരാനായിട്ടുണ്ട് അല്ലേ. സോ നേരെ നമ്മൾ USD JP വാല്യൂട്ട് വരാം. 158.98 നിൽക്കുന്നു. ഇന്നത്തെ റേഞ്ച് വന്നിട്ട് 158.50 to 159.50 എന്ന് പറയുന്ന 100 പിപ്പിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയിരിക്കാം ഇന്നുണ്ടാകുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഒരു എൻട്രി പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ എൻട്രിയാണ്. 158.50 അവിടെ നമുക്ക് ബൈ കിട്ടിയാൽ അവിടെ നിന്ന് എടുത്ത് പോവുക. 157.80 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 159.40 ആ റേഞ്ചിലായിട്ടൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. എടുത്ത് പറയാനായിട്ടുള്ള കാര്യം സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതേപോലെ എന്താ പറയുക, ഈ പറയുന്ന ചൈന US തമ്മിലുള്ള ഡീലിങ്സ് വല്ലതും നടന്നാൽ ഉറപ്പായിട്ടും ഗോൾഡിനെ അത് താഴോട്ട് കൊണ്ടുപോകും. ബൈ ചെയ്യുന്ന ആൾക്കാർ പെട്ടുപോകും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, എനിവേയ്സ് നമ്മളുടെ സിഗ്നൽ ഗ്രൂപ്പിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. അതേപോലെ നമ്മളുടെ നിങ്ങൾ പുതിയ നല്ലൊരു ബ്രോക്കറെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. അതിലും നമുക്ക് നല്ല രീതിയിൽ ഞാനൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് തന്നെ നിങ്ങൾക്ക് ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്കൊരു ലൈഫ് ലോങ് സപ്പോർട്ടും എനിക്ക് തരാനായിട്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് അതിന് വേണ്ടിയിട്ട് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരും. നിങ്ങൾക്ക് ഏത് ബ്രോക്കറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലാത്ത പക്ഷം എൻ്റെ സ്റ്റാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അത് എടുത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. രജിസ്ട്രേഷനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിലേക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.